എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുത് എന്നെ അപേക്ഷ. നമുക്ക് ചോദിച്ച് പഠിക്കാം. നമ്മുടെ മലയാളം സിനിമകളിൽ ഒരുപാട് റെഫറൻസുകളുണ്ട്. അതായത് SSC-RRB പരീക്ഷയ്ക്ക് ജനറൽ നോളജ് പഠിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് റെഫറൻസുകളുണ്ട്. സോ ഈ റെഫറൻസുകൾ ഉപയോഗിച്ച് നിങ്ങളിലേക്ക് കുറച്ചുകൂടെ രസകരമായിട്ട് കണ്ടന്റ് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചോദിച്ച് പഠിക്കാം എന്നുള്ള സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മമ്മൂക്ക അനശ്വരമാക്കിയ കഥാപാത്രങ്ങളൊന്നാണ് സേതുരാമയ്യർ എന്ന് പറയുന്നത്. മലയാളികൾക്ക് CBIയെ പരിചയപ്പെടുത്തി തന്നതും ഈ സേതുരാമയ്യർ തന്നെയാണ്. അപ്പോൾ സേതുരാമയ്യരുടെ ഒരു CBI ചിത്രം, നേരറിയാൻ CBIയിലെ ഒരു വിഷ്വല് നമുക്ക് കാണാം. അല്പമൊക്കെ അറിവ് ആർക്കും ഉണ്ടാവില്ലേ? എന്തൊക്കെ അറിയാം? അതെങ്ങനെയാ പറയാ? ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അറിയാവുന്നതാണെങ്കിൽ മറുപടി പറ. ഗായത്രി ഒരു മന്ത്രമാണോ? അല്ല. കാരണം ഗായത്രി വെറും മന്ത്രം മാത്രമല്ല, ഒരു മീറ്ററും കൂടിയാണ്. സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക്? അല്ല. പിന്നെ സൂര്യൻ എവിടെ ഉദിക്കുന്നുവോ അത് കിഴക്ക്. അവസാനത്തെ ചോദ്യം, പഞ്ചഭൂതങ്ങളിൽ അഗ്നി, ആകാശം, ഭൂമി, വായു, ജലം, ഇതിൽ പ്രാധാന്യം അഗ്നിക്കാണെന്ന് പറയുന്നു. കാരണം അഗ്നിശുദ്ധി എന്ന് കേട്ടിട്ടുണ്ട്. എല്ലാ അശുദ്ധിയെയും ശുദ്ധീകരിച്ച് സ്വയം അശുദ്ധമാകാതിരിക്കുക. പറഞ്ഞ മറുപടി ഒന്നിന്റെ ഉടമസ്ഥൻ ഞാനല്ല, ഏതോ കേട്ടറിവ്. ഇനി എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ അത് വളരെ നിസ്സാരമാണ് സാർ. ഒരു കൊച്ചുകുട്ടി വിചാരിച്ചാൽ മതി. ഉള്ളി ഉണ്ടാകുന്നത് ഭൂമിക്കടിയിലാണോ മുകളിലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെ നിന്ന് കൊച്ചിക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സേവിങ്സ് ബാങ്കിന് എത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പാനിപ്പട്ടി യുദ്ധം നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ഈ നേരറിയാൻ CBIയിലെ ആ ഒരു സീൻ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. സേതുരാമയ്യർ വേദം, ഗായത്രി മന്ത്രം, പിന്നെ സോളാർ സിസ്റ്റം, ഭൂമിയുടെ റൊട്ടേഷൻ, റെവല്യൂഷൻ, ഊർജം, പ്രകാശം എന്നൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട്. അതായത് SSC CGL എഴുതി CBIയിൽ കയറാൻ വേണ്ടി പോയപ്പോൾ സേതുരാമയ്യരുടെ ജനറൽ അവയർനെസ് നല്ല സ്ട്രോങ് ആയിരുന്നു. മൂപ്പരുടെ റെസ്പോൺസ് ഷീറ്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മൂപ്പർക്ക് ജനറൽ അവയർനെസ്സിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം വീക്കായിട്ടുള്ള ഒരു ഏരിയയാണ് മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്നത്. സിനിമയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, പാനിപ്പട്ടി യുദ്ധങ്ങളെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതോർത്ത് സേതുരാമയ്യർ നിങ്ങൾ ഇനി വിഷമിക്കേണ്ട. നമ്മുടെ ഈ ഒരു വീഡിയോ സേതുരാമയ്യർക്ക്, മമ്മൂക്കയ്ക്ക് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങളും ശ്രദ്ധിച്ച് കാണാനായിട്ട് ശ്രമിക്കുക. പാനിപ്പട്ട് യുദ്ധങ്ങൾ ഇനി ഒരു പരീക്ഷയ്ക്കും നിങ്ങളെ കുഴപ്പിക്കില്ല. പാനിപ്പട്ട് ഇന്നത്തെ ഹരിയാനയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്. ഇന്ത്യൻ ചരിത്രത്തിന് തന്നെ മാറ്റിമറിച്ച 3 യുദ്ധങ്ങളാണ് പാനിപ്പട്ടിന്റെ മണ്ണിൽ നടന്നിട്ടുള്ളത്. 1526, 1556, പിന്നെ 1761. ഈ 3 വർഷങ്ങളിലായിട്ടാണ് 3 പാനിപ്പട്ട് യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ 2 യുദ്ധങ്ങൾ മുഗൾ സാമ്രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായപ്പോൾ, 3ാമത്തെ യുദ്ധം മറാത്ത സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്കും അതുവഴി ബ്രിട്ടീഷ് ഭരണത്തിനും കാരണമായി എന്ന് നമുക്ക് പറയാം. അതായത് പാനിപ്പട്ടിലെ യുദ്ധങ്ങൾ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ ഇന്ത്യൻ ചരിത്രം തന്നെ കംപ്ലീറ്റ്ലി വഴിമാറിപ്പോയേനെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെറ്റ് us discuss the first battle of പാനിപ്പട്ട്. മുഹമ്മദ് ഗോരി എന്ന് പറഞ്ഞ ഇന്ത്യയെ അറ്റാക്ക് ചെയ്ത്, അതായത് ഉത്തരേന്ത്യയെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തിയ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്ലേവ് അടിമയായിരുന്നു കുത്തബ്ദീൻ ഐബക്ക്. മുഹമ്മദ് ഗോരിയുടെ മരണശേഷം 1206 കുത്തബ്ദീൻ ഐബക്കാണ് നോർത്ത് ഇന്ത്യയിൽ ഡൽഹി ബേസ് ചെയ്തിട്ട് ഒരു ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത്. അത് സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ അടിമ രാജവംശം എന്നറിയപ്പെട്ടു. ഇങ്ങനെയാണ് ഇന്ത്യയിൽ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ തന്നെ ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണം ആരംഭിക്കുന്നത്. ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെ രാജവംശമായിരുന്നു സ്ലേവ് ഡൈനാസ്റ്റി. ഈ ഡൽഹി സുൽത്താനേറ്റിലെ അവസാനത്തെ രാജവംശമായിരുന്നു ലോധി ഡൈനാസ്റ്റി. ലോധി ഡൈനാസ്റ്റിയിലെ അവസാനത്തെ രാജാവായിരുന്നു ഇബ്രാഹിം ലോധി. തന്റെ പിതാവായിട്ടുള്ള സിക്കന്ദർ ലോധിയുടെ മരണശേഷം 1517 ഇബ്രാഹിം ലോധി ഡൽഹി സുൽത്താനേറ്റിന്റെ തലപ്പത്തേക്ക് വരുന്നത്. വെറും 9 വർഷം മാത്രമാണ് അദ്ദേഹം ഭരിച്ചത്. 1526 അദ്ദേഹം മരണപ്പെടുന്നുണ്ട്. അതായത് ഇബ്രാഹിം ലോധിയായിരുന്നു ലോധി രാജവംശത്തിലെ അവസാനത്തെ രാജാവ്. ഇദ്ദേഹം തന്നെയായിരുന്നു ഡൽഹി സുൽത്താനേറ്റിലെ അവസാനത്തെ സുൽത്താൻ. ഈ ഇബ്രാഹിം ലോധിയുടെ മരണത്തിലേക്ക് നയിച്ച സംഭവം നടക്കുന്നത് പാനിപ്പട്ടിലാണ്. ഇതിന് കാരണക്കാരൻ ബാബറാണ്. ബാബർ 1483 ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലെ ഫെർഗാന താഴ്വരയിലാണ് ബാബർ ജനിക്കുന്നത്. തിമൂറിഡ് സാമ്രാജ്യം സ്ഥാപിച്ച തിമൂറിന്റെയും മംഗോൾ സാമ്രാജ്യം സ്ഥാപിച്ച ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായിരുന്നു ബാബർ. 1500കളിൽ ബാബർ തന്റെ സാമ്രാജ്യം വിപുലീകരിക്കാൻ ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചുറ്റുംപുറമുള്ള പ്രദേശങ്ങളൊക്കെ അദ്ദേഹം കീഴ്പ്പെടുത്തുന്നുണ്ട്. 1500കളുടെ തുടക്കത്തിലാണ് അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ അദ്ദേഹം പിടിച്ചെടുക്കുന്നത്. കുറച്ചുകൂടെ കിഴക്കോട്ട് വന്ന് പാകിസ്ഥാനിലെ ലാഹോർ അദ്ദേഹം പിടിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഡൽഹിയായിരുന്നു. അങ്ങനെ 1526 ഏപ്രിൽ 21 ഇന്നത്തെ ഹരിയാനയിലെ പാനിപ്പട്ടിൽ വെച്ച് ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ആൾബലം കൂടുതലായിരുന്നിട്ടും ഇബ്രാഹിം ലോധിയും ലോധി പടയും തകർക്കപ്പെടുന്നു. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബാബർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളായിരുന്നു. അതെ, 10,000-കണക്കിന് പട്ടാളക്കാരെയും 1000-കണക്കിന് ആനകളെയും നിർത്തിയ ലോധി സൈന്യത്തിന് തകർക്കാനായിട്ട് ബാബർ അന്ന് വെടിമരുന്നും അതുപോലെ പീരങ്കികളും ഉപയോഗിക്കുന്നുണ്ട്. യെസ്, ബാബർ വാസ് ദ ഫസ്റ്റ് യൂസ്
ഗൺ പൗഡർ ഇൻ ഇന്ത്യ. ഇത് പഠിക്കുമ്പോൾ എനിക്ക് എപ്പോഴും നമ്മുടെ പ്രജാ സിനിമ ഓർമ്മ വരും. പ്രജാ സിനിമയിൽ ഒരുപാട് ഫേമസ് ഡയലോഗുകളുണ്ട്. നമ്മുടെ ബലരാമന്റെ ഡയലോഗ് നമുക്കറിയാം. അതുപോലെ തന്നെ ലാഹേൽ വക്കച്ചന്റെ ഒരു ഫേമസ് ഡയലോഗ്, സക്കീർ ഭായിയോട് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? ഗണ്ണ് അതേടാ, നീ ഒക്കടയിൽ ഇങ്ങനെ ചേടി നടക്കുന്ന 1.5 ചാണിന്റെ പിസ്റ്റലല്ല, ഗണ്ണ്, നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. ശരിക്കും എനിക്ക് ബാബർ നമ്മുടെ ഇബ്രാഹിം ലോധിയോട് ഈ ഒരു ചോദ്യം ചോദിച്ചായിട്ട് എപ്പോഴും കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റാറുണ്ട്. അങ്ങനെ ബാബറിന്റെ തോക്കുകൾക്കും പീരങ്കികൾക്കും മുന്നിൽ ലോധിപ്പട ഇല്ലാതെയാകുന്നു. സോ 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം അവസാനിച്ചപ്പോൾ ലോധി ഡൈനാസ്റ്റി ഇല്ലാതെയാകുന്നു, ഡൽഹി സുൽത്താനായിട്ട് ഇല്ലാതെയാകുന്നു. സോ ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ മുഗൾ എംപയർ. മുഗൾ സാമ്രാജ്യം 1526 സ്ഥാപിച്ചത് ബാബറാണ്. അദ്ദേഹം 1530 മരണപ്പെടുന്നുണ്ട്. ഈ ചുരുങ്ങിയ കാലയളവിൽ 1527, 28, 29 ഉത്തരേന്ത്യയിൽ അദ്ദേഹം 3 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ നടത്തുന്നുണ്ട്. ഈ 3 നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അത് ഏതൊക്കെയാണെന്നും അതിൽ ആരൊക്കെയാണ് അദ്ദേഹം തോൽപ്പിച്ചതെന്നും നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക. അപ്പോൾ ഒന്നാം പാനിപ്പട്ട് യുദ്ധം നിങ്ങൾക്ക് ക്ലിയർ ആയി വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ടാം പാനിപ്പട്ട് യുദ്ധം പഠിക്കാം. 1530 ബാബർ മരണപ്പെട്ടത് നമ്മൾ പറഞ്ഞില്ലേ. അങ്ങനെ ബാബറിന്റെ മകൻ ഹുമയൂൺ ചക്രവർത്തിയാകുന്നു. എന്നാൽ വെറും 10 വർഷം മാത്രമേ അദ്ദേഹത്തിന് ഭരിക്കാൻ സാധിച്ചുള്ളൂ. 1540 ഹുമയൂണിനെ പരാജയപ്പെടുത്തി ഷേർഷാ സൂരി ഇന്ത്യയുടെ ഹിന്ദുസ്ഥാന്റെ സുൽത്താനായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ സൂർ സാമ്രാജ്യം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു യുദ്ധത്തിൽ ഹുമയൂൺ കൊല്ലപ്പെടുന്നില്ല. പ്രാണരക്ഷാർത്ഥം അദ്ദേഹം രക്ഷപ്പെടുന്നത് തന്റെ സുഹൃത്ത് ഭരിക്കുന്ന പേർഷ്യ അഥവാ ഇന്നത്തെ ഇറാനിലേക്കാണ്. ഈ ഒരു യാത്രക്കിടെയാണ് 1542 ഇന്നത്തെ പാകിസ്ഥാനിലെ അമർകോട്ടിൽ വെച്ച് ഹുമയൂണിന് തന്റെ പ്രിയപുത്രനായിട്ടുള്ള അക്ബർ ജനിക്കുന്നത്. നിങ്ങൾ നരസിംഹം സിനിമ കണ്ടിട്ടില്ലേ? 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തനിക്ക് പോയതെല്ലാം, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനായിട്ട് പൂവള്ളി ഇന്ദുചൂടൻ വരുന്നില്ലേ? അതുപോലെ തന്നെയായിരുന്നു ഹുമയൂൺ. 1540 തനിക്ക് നഷ്ടപ്പെട്ട സാമ്രാജ്യം തിരിച്ചു പിടിക്കാനായി 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം വന്നത്. അങ്ങനെ 1555 ഇന്നത്തെ പഞ്ചാബിലെ സർഹിന്ദിൽ വെച്ച് ഒരു യുദ്ധം നടക്കുന്നു. പേർഷ്യക്കാരുടെ സപ്പോർട്ടോടുകൂടെ ഹുമയൂൺ സൂരി സാമ്രാജ്യത്തിനെ തകർക്കുന്നുണ്ട്. അങ്ങനെ തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം 1555 സർഹിന്ദിലെ യുദ്ധത്തിൽ അദ്ദേഹം തിരിച്ചു പിടിക്കുന്നുണ്ട്. അദ്ദേഹം വീണ്ടും മുഗളന്മാരുടെ രാജാവാകുന്നുണ്ട്. ഈ ഒരു യുദ്ധത്തിൽ ഹുമയൂണിന്റെ വലം കൈയായിരുന്നു ബൈറാം ഖാൻ. നമുക്കറിയാം മുഗളന്മാരുടെ തുടക്കം സെൻട്രൽ ഏഷ്യയിലായിരുന്നു. ബാബർ വന്നത് ആ ഭാഗത്തുനിന്നാണല്ലോ. എന്നാൽ 15 വർഷം പേർഷ്യയിൽ തങ്ങിയ ഹുമയൂൺ തിരിച്ചു വന്നപ്പോഴാണ് പേർഷ്യൻ ആർട്ട്, പേർഷ്യൻ ആർക്കിടെക്ചർ അല്ലെങ്കിൽ പേർഷ്യൻ ഭാഷ തന്നെ ഈ മുഗൾ സാമ്രാജ്യത്തിൽ കാര്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെലുത്താൻ തുടങ്ങിയത്. നമുക്കറിയാം, നമ്മളോട് പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, മുഗളന്മാരുടെ ഒഫീഷ്യൽ ഭാഷ എന്ന് പറയുന്നത് പേർഷ്യൻ ആയിരുന്നു. തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം 1555 തിരിച്ചു പിടിച്ചെങ്കിലും നിർഭാഗ്യം ഹുമയൂണിന്റെ തലയ്ക്ക് മുകളിലുണ്ടായിരുന്നു. 1556 ജനുവരിയിൽ അദ്ദേഹം മരണപ്പെടുന്നു. ഒരു ലൈബ്രറിയിൽ നിന്ന് കൈനിറയെ പുസ്തകങ്ങളായിട്ട് വരുന്ന വഴിക്ക് സ്റ്റെപ്പിൽ അദ്ദേഹം വഴുതി വീഴുന്നു. അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുറിവേൽക്കുന്നു. ആ മുറിവിനെ തുടർന്ന് അദ്ദേഹം മരണപ്പെടുന്നു. തന്റെ പിതാവിന്റെ ആകസ്മികമായിട്ടുള്ള മരണം അക്ബറിനെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അന്ന് 14 വയസ്സ് തികഞ്ഞിട്ടില്ല. ഈ പെട്ടെന്നുള്ള മരണം കാരണമാണ് 14 വയസ്സ് തികയുന്നതിനുള്ളിൽ അക്ബർ ചക്രവർത്തി ആകുന്നത്. 1556 ഫെബ്രുവരിയിൽ സാക്ഷാൽ ബൈറാം ഖാൻ തന്നെയാണ് അക്ബറിനെ പഞ്ചാബിലെ കലവനോറിൽ വെച്ച് ചക്രവർത്തിയായി പ്രഖ്യാപിക്കുന്നത്. അക്ബറിന് 18 വയസ്സ് ആകുന്നത് വരെ, അതായത് 1556 മുതൽ 1560 വരെ അക്ബറിന്റെ റീജന്റായി ഭരിച്ചതും ഇതേ ബൈറാം ഖാൻ തന്നെയാണ്. ഇക്കാലയളവിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. നമ്മുടെ സൂരി സാമ്രാജ്യമില്ലേ, ഈ സൂരി സാമ്രാജ്യത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ഹേമചന്ദ്ര അഥവാ ഹെമു എന്ന് പറയുന്ന വ്യക്തി. സൂരി സാമ്രാജ്യം യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ പടയാളികളെ കൂട്ടി ബംഗാൾ ഭാഗത്ത് നിൽക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹുമയൂണിന്റെ പെട്ടെന്നുള്ള മരണം, പ്രായം ചെല്ലാത്ത അക്ബർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ചക്രവർത്തിയായത്, ഇത് ഹെമുവിന്റെ മുമ്പിൽ വല്ലാത്തൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു വയ്ക്കുന്നുണ്ട്. ഈ മുഗളന്മാരെ തോൽപ്പിക്കാനും ഡൽഹി പിടിച്ചെടുക്കാനും ഹെമു പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ 1556 ഒക്ടോബർ മാസം ഡൽഹിയോട് ചേർന്ന് തുഗ്ലക്കാബാദിൽ വെച്ച് അദ്ദേഹം മുഗളന്മാരെ യുദ്ധം ചെയ്യുന്നു. ഈ യുദ്ധത്തിൽ അദ്ദേഹം മുഗളന്മാരെ തോൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് അക്ബറിന് ഭരണം നഷ്ടപ്പെടുന്നു. ഡൽഹി പിടിച്ചെടുത്ത ഹെമു വിക്രമാദിത്യ എന്നുള്ള പേര് സ്വീകരിക്കുന്നു. അങ്ങനെ ഹേമചന്ദ്ര വിക്രമാദിത്യ എന്നുള്ള പേരിൽ അദ്ദേഹം ഡൽഹിയുടെ ചക്രവർത്തിയായി മാറുന്നു. തുഗ്ലക്കാബാദിലെ ആ തോൽവി, അത് ഏൽപ്പിച്ച അപമാനം, അത് ബൈറാം ഖാനെ വല്ലാതെ കുപിതനാക്കുന്നുണ്ട്. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ മുഗൾ സാമ്രാജ്യം, അതായത് 1540 നഷ്ടപ്പെട്ട മുഗൾ സാമ്രാജ്യം തിരിച്ചു പിടിക്കാൻ 15 വർഷം എടുത്തു. അതേപോലെ വീണ്ടും ഈ സാമ്രാജ്യം നഷ്ടപ്പെടുത്താൻ ബൈറാം ഖാനോ അക്ബറോ തയ്യാറായിരുന്നില്ല. തുഗ്ലക്കാബാദിലെ തോൽവിയിൽ മുഗളന്മാരെ നയിച്ച ടാർഡി ബെഗ് എന്ന ഉദ്യോഗസ്ഥനെ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തി ബൈറാം ഖാൻ ഹേമചന്ദ്ര വിക്രമാദിത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ 1556 നവംബർ 5 അക്ബറും ബൈറാം ഖാനും നയിച്ച മുഗൾ പട പാനിപ്പട്ടിലെ രണ്ടാമത്തെ യുദ്ധത്തിൽ നമ്മുടെ ഹേമചന്ദ്ര വിക്രമാദിത്യയെ തകർക്കുന്നു.
ഹേമചന്ദ്ര വിക്രമാദിത്യ മരണപ്പെട്ടതോടുകൂടെ സൂരി സാമ്രാജ്യത്തിന്റെ ആ ഒരു അവസാനത്തെ കണ്ണിയും ഇല്ലാതാവുകയാണ്. മുഗൾ സാമ്രാജ്യം വീണ്ടും സ്ഥാപിക്കപ്പെടുകയാണ്. അതായത് ഒന്നാം പാനിപ്പട്ട് യുദ്ധം മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചെങ്കിൽ രണ്ടാം പാനിപ്പട്ട് യുദ്ധം 1556 രണ്ടാം പാനിപ്പട്ട് യുദ്ധം മുഗൾ സാമ്രാജ്യം പുനഃസ്ഥാപിക്കാൻ അക്ബറിനെ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ 2 പാനിപ്പട്ട് യുദ്ധങ്ങളും കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഹുമയൂൺ തോൽക്കപ്പെട്ട ആ ഒരു കാലഘട്ടം, അതായത് 1539-40 ഹുമയൂണെ തോൽപ്പിച്ചു ഷേർഷാ സൂരി എന്ന് പറഞ്ഞില്ലേ, അത് ഏതൊക്കെ യുദ്ധങ്ങളാണെന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക. അപ്പോൾ 2 പാനിപ്പട്ട് യുദ്ധങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ പാനിപ്പട്ട് യുദ്ധത്തിനെ പറ്റി പഠിക്കാം. അപ്പോൾ ആദ്യത്തെ 2 പാനിപ്പട്ട് യുദ്ധങ്ങൾ പോലെ ആയിരുന്നില്ല മൂന്നാമത്തെ പാനിപ്പട്ട് യുദ്ധം. ഇതിൽ മുഗളന്മാര് ഉണ്ടായിരുന്നില്ല. ഇതിൽ പങ്കെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് മറാത്ത സാമ്രാജ്യമായിരുന്നു. അതെ, 1674 ഇന്നത്തെ മഹാരാഷ്ട്രയിലെ റായ്ഗഡ് കോട്ട ആസ്ഥാനമാക്കി ക്യാപിറ്റലാക്കിയിട്ട് ഛത്രപതി ശിവാജി മഹാരാജ് സ്ഥാപിച്ചതാണ് നമ്മുടെ മറാത്ത സാമ്രാജ്യം. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി രാജാവ് എന്ന് പറയുന്നത് ഛത്രപതിയായിരുന്നു. ഛത്രപതിക്ക് ശേഷമുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട പൊസിഷൻ, അതായത് ഒരു പ്രധാനമന്ത്രി എന്നൊക്കെ പറയാം, അതായിരുന്നു പേഷ്വ. നമുക്കറിയാം, ബാബർ സ്ഥാപിച്ച മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ ശക്തനായ രാജാവായിരുന്നു ഔറംഗസേബ്. അദ്ദേഹം മരണപ്പെടുന്നത് 1707 ഔറംഗസേബിന്റെ മരണത്തിന് ശേഷമാണ് ഈ മറാത്ത സാമ്രാജ്യം കൃത്യമായിട്ട് അങ്ങ് വളരുന്നത്. ഔറംഗസേബിന്റെ മരണത്തിന് ശേഷം അന്നത്തെ ഛത്രപതിയായിരുന്ന ശിവാജി മഹാരാജിന്റെ ചെറുമകനായിരുന്ന ഷാഹു മഹാരാജ്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ പേഷ്വയായിരുന്ന ബാജിറാവു ഒന്നാമനും ചേർന്നാണ് മറാത്ത സാമ്രാജ്യം വല്ലാതെ അങ്ങ് വളർത്തിയത്. നിങ്ങൾ കൗരവർ സിനിമ കണ്ടിട്ടില്ലേ? കൗരവ സിനിമയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി മുഴുവൻ ഞാൻ തന്നോട് പറഞ്ഞല്ലേ, ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സ് അവർക്കൊന്നും അല്ലായിരുന്നു. ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സും ഇവർക്ക് മുന്നിൽ ഒന്നുമല്ലായിരുന്നു. അതുപോലെ തന്നെയാണ് 1700-കളിൽ ഈ മറാത്ത സാമ്രാജ്യത്തിന് മുന്നിൽ അവരെ ചലഞ്ച് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ യാതൊരു ശക്തികളും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത്രയും സ്ട്രോങ് ആയിരുന്ന മറാത്ത സാമ്രാജ്യം എന്തുകൊണ്ട് ഒരു പാൻ ഇന്ത്യൻ എംപയർ ആയിട്ട് വളർന്നില്ല എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് പല ഉത്തരങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമാണ് 1761 മൂന്നാം പാനിപ്പട്ട് യുദ്ധം. നമുക്ക് വീണ്ടും അഫ്ഗാനിസ്ഥാനിലേക്ക് പോവാം. അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് 1747 അഹമ്മദ് ഷാ അബ്ദാലി അല്ലെങ്കിൽ അഹമ്മദ് ഷാ ദൂറാനി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഒരു രാജവംശമാണ് ദൂറാനി എംപയർ എന്ന് പറയുന്നത്. സോ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ പവർഫുൾ ആയിരുന്നു. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വളരുന്നുണ്ട്. അദ്ദേഹം ഡൽഹിയിലേക്കും എത്തുന്നുണ്ട്. 1757 അന്നത്തെ മുഗൾ രാജാവായിരുന്ന അലാംഗീർ രണ്ടാമനെ ഇദ്ദേഹം തോൽപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഡൽഹി കൊള്ളയടിക്കുന്നുണ്ട്. എന്നാൽ തോൽപ്പിച്ചതിന് ശേഷവും അലാംഗീർ രണ്ടാമനോട് ഭരിച്ചുകൊള്ളാൻ അദ്ദേഹം പറയുകയാണ്. 1757 ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കും മറക്കാനായിട്ട് സാധിക്കില്ല. ഈ അഹമ്മദ് ഷാ അബ്ദാലി ഡൽഹിയെ കീഴ്പ്പെടുത്തി കുറച്ച് മാസങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ജൂൺ 23, 1757 ഇന്ത്യൻ ചരിത്രം തന്നെ മാറ്റിമറിച്ച പ്ലാസി യുദ്ധം നടക്കുന്നത്. ഡൽഹി കീഴ്പ്പെടുത്തിയ അബ്ദാലിയുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ അന്നത്തെ പ്രധാനികളായിരുന്ന മറാത്താസ് ആണ്. അങ്ങനെ സംഭവബഹുലമായ ആ ദിവസം വരികയാണ് 1761 ജാനുവരി 14. സ്ഥലം പാനിപ്പട്ട്. പാനിപ്പട്ടിലെ മൂന്നാമത്തെ യുദ്ധം നടക്കുന്നു. അഹമ്മദ് ഷാ അബ്ദാലിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാൻ പട സദാശിവറാവു നയിച്ച, അദ്ദേഹം ഒരു പേഷ്വയുടെ ബന്ധുവായിരുന്നു കേട്ടോ, ആ സദാശിവറാവു നയിച്ച മറാത്താസിനെ വല്ലാതെ അങ്ങ് തകർത്ത് കളയുന്നുണ്ട്. ആ ഒരു തോൽവിക്ക് ശേഷം ഒരു ഉയർത്തെഴുന്നേപ്പ് മറാത്താസിന് നടന്നിട്ടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. 1757 പ്ലാസി യുദ്ധം, 1764 ബക്സർ യുദ്ധം. ഈ ബക്സർ യുദ്ധത്തിന് ശേഷമാണ് ട്രീറ്റി ഓഫ് അലഹബാദ് 1765 ബ്രിട്ടൻ ഒപ്പിടുന്നത്. അതായത് ബക്സർ യുദ്ധത്തിന് ശേഷമാണ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം ബ്രിട്ടന് കീഴിലേക്ക് വരുന്നത്. ഈ പ്ലാസി യുദ്ധത്തിനും ബക്സർ യുദ്ധത്തിനും ഇടയ്ക്ക്, അതായത് 1757 1764 ഇടയ്ക്കാണ് 1761 മൂന്നാം പാനിപ്പട്ട് യുദ്ധം നടക്കുന്നത്. സോ മൂന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ മറാത്താസ് ജയിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം തന്നെ മറ്റൊരു രീതിയിലായനെ. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് കഥകളിലൂടെ, സിനിമാ കഥകളിലൂടെ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ഒരുപാട് ഏരിയാസ് നമ്മൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു സിനിമാ പ്രേമിയാണ്. ഏതുതരം സിനിമകൾ കാണാനും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ GK പഠിക്കാൻ പലപ്പോഴും എനിക്ക് സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ, സിനിമയിലെ ചില സന്ദർഭങ്ങളും കഥാപാത്രങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ, സിനിമയിലെ ഒരു സീൻ ഉണ്ടെങ്കിൽ, സിനിമയിലെ കഥാപാത്രം ഉണ്ടെങ്കിൽ, അതിലൊരു അക്കാഡമിക് കണ്ടന്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താം. അങ്ങനെ ഒരു സന്ദർഭവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കഥാപാത്രവുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഒരു അക്കാഡമിക് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്കറിയാം SSC വർഷാവർഷം ഒരുപാട് പരീക്ഷകൾ നടത്തുന്ന പോലെ തന്നെ ഇപ്പോൾ RRBയും വർഷാവർഷം ഒരുപാട് പരീക്ഷകൾ നടത്തുന്നുണ്ട്. NTPCയുടെ ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. NTPCയുടെ ഏറ്റവും പുതിയ ബാച്ച് സൈലം ആരംഭിക്കുകയാണ്. ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം, ജോയിൻ ചെയ്യാം. ഇല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട, സൈലത്തിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതിൽ NTPCയുടെ പുതിയ ബാച്ച് സെലക്ട് ചെയ്യുക, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം.
എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഇതുപോലത്തെ രസകരമായിട്ടുള്ള അക്കാഡമിക് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടിപൊളിയായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്.